SDP ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ട മുഖം എന്ന് പറയുന്നത് മീഡിയ വണ്ണ ചീത്ത വിളിക്കുക, മീഡിയ വണ്ണ ആക്രമിക്കുക, ഭത്സിക്കുക, അങ്ങേറ്റം മോശമായ അശ്ലീലമായ അരാഷ്ട്രീയമായ പദപ്രയോഗങ്ങൾ. എത്രത്തോളം ഞാൻ ഇന്ന് കണ്ട ഇവരുടെ ഒരു ഹാൻഡിൽ എഴുതിയിരിക്കുന്നത് വിദേശ കള്ളപ്പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചാനൽ എന്ന്. എന്ത് തന്നെയാലും SDP പോലുള്ളൊരു സംഘടന ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുക, അത് കേന്ദ്ര ഭരണകൂടം മീഡിയ വണ്ണിനെ നിരോധിക്കുമ്പോൾ അപ്പോൾ പോലും ഉന്നയിച്ചിട്ടില്ലാത്തൊരു ആരോപണം. ആ നിലക്ക് SDP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സാമാന്യമായി ഷെയർ ചെയ്യുന്ന അടിസ്ഥാന രാഷ്ട്രീയത്തെ പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള അങ്ങേയറ്റം ജുഗുത്സാഹമായിട്ടുള്ള, അങ്ങേയറ്റം അരാഷ്ട്രീയമായിട്ടുള്ള, അങ്ങേയറ്റം വിദ്വേഷം നിറഞ്ഞ കമൻറ്റുകളും പ്രചാരണങ്ങളും സോഷ്യൽ മീഡിയ ക്യാമ്പയിനുമായിട്ട് നിറം കളഞ്ഞാടുകയായിരുന്നു ഈ ടീം മൊത്തത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ടീമെന്ന് പറയുമ്പോൾ അവരുടെ സൈബർ പോരാളികൾ മാത്രമല്ല, ഉത്തരവാദപ്പെട്ട ലീഡർഷിപ്പുള്ള ആളുകൾ വരെ മാധ്യമത്തെ വിമർശിക്കുക, മീഡിയ ആണ്. പക്ഷേ അതിലൊരു ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹി എഴുതിയത് മാധ്യമത്തിനെതിരായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ സേട്ടു സാഹിബിനെ വഴിയാധാരമാക്കി നിന്നുണ്ട്. സേട്ടു സാഹിബ് വഴിയാധാരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു എന്ന് ഒരു SDP നേതാവ് വിചാരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ആ മനുഷ്യൻ SDP മുന്നോട്ട് വെക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഈ അബൂബക്കർ അടക്കമുള്ള ഈ പാർട്ടിയെ സ്ഥാപിച്ചെടുത്തിട്ടുള്ള നേതാക്കന്മാർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെക്കുറിച്ച് പോലും സാമാന്യ ധാരണയില്ലെന്നുള്ളതാണ്. അപ്പം ഈ SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെ പോലും റദ്ദ് ചെയ്യുന്ന സ്വഭാവത്തിലുള്ള അങ്ങേയറ്റം വിഷലിപ്തമായ ക്യാമ്പയിൻ നടത്തുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു മുൻകൈ എന്ന് പറയുന്നത്. ഇതൊരു ക്രൈസിസ് ആകാം, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റ് ആകാം. ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റ് ഉണ്ടാകും, ഒരു പാർട്ടി, ആ പാർട്ടിയുടെ അണികളാകട്ടെ, നേതൃത്വമാകട്ടെ, അതെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ആ പാർട്ടിയെക്കുറിച്ച്, അതിൻ്റെ നേതൃത്വത്തിൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ചിട്ടുള്ള ഒരു പ്രാഥമികമായ ധാരണ പുറത്തേക്ക് വിടുന്നത്. പക്ഷേ ഇവരെന്താ ചെയ്തത് നോക്കൂ. ഈ SDP മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ നിർത്തി എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെതിരായിട്ട് സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം എന്ന് പറയുന്ന ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടായി വന്നു എന്നുള്ളത് SDP സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്ററിക്കൽ മൊമെൻ്റാണ്. എന്താണ്, ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് പറയുന്നു. SDP എന്ന് പറയുന്ന ഫോഴ്സ് ടു ബി റെക്കൺഡ് വിത്ത്, അത് അംഗീകരിക്കപ്പെടേണ്ട ഒരു ഫോഴ്സാണ്. അവരുടെ സ്ഥാനാർത്ഥിത്വം ഏതോ നിലക്ക് തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ്, ഒരു സാന്നിധ്യമാണ് എന്ന് വരുന്നത് SDP ബാർഗെയിനിങ് കപ്പാസിറ്റി, അവരുടെ ലിവറേജ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു ലിവറേജ് വർദ്ധിക്കുന്നൊരു ഘട്ടത്തിൽ അതിനെന്താണ് വളരെ ഗംഭീരമായി മനോഹരമായി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് സാമാന്യമായി തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന ലീഡർഷിപ്പ് ചെയ്യേണ്ടത്. പക്ഷേ ഇവരെന്താ ചെയ്യുന്നത് അറിയും. നമുക്ക് ഒറ്റ കാര്യം, SDP സ്ഥാനാർത്ഥിത്വം പ്രശ്നമാകും, അതുകൊണ്ട് നിങ്ങൾ പിൻവലിക്കണം എന്നുള്ള ഒരു പബ്ലിക് ഒപ്പീനിയൻ സമൂഹത്തിൽ ഉയർന്നു വരുമ്പോൾ അതിനോട് പോസിറ്റീവായിട്ട് എൻഗേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അവർക്ക് വളരെ അന്തസ്സോടുകൂടി മാധ്യമങ്ങളോട് വന്ന് പറയാം, പൊതുസമൂഹത്തോട് വന്ന് പറയാം, ഓക്കെ അങ്ങനെ ഒരു വിഷയമുണ്ടല്ലേ, ഇപ്പോൾ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്, ഞങ്ങൾ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് യുക്തമായ തീരുമാനമെടുക്കും എന്നൊക്കെ രണ്ട് ഡയലോഗ് കാഴ്ച കഴിഞ്ഞാൽ ഇവരുടെ ഈ പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റാച്ചർ മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ രാഷ്ട്രീയമായി അവർക്ക് അവരുടെ ലിവറേജ് വർദ്ധിപ്പിക്കാമായിരുന്ന, അവരുടെ ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാമായിരുന്ന ഒരു അസുലഭ സന്ദർഭത്തെ വളരെ മോശമായി മാനേജ് ചെയ്തുകൊണ്ട് കുളമാക്കി നശിപ്പിച്ചതിൻ്റെ കഥയാണ് കഴിഞ്ഞ 2 വർഷത്തെ കഥ എന്ന് പറയുന്നത്, 2 ദിവസത്തെ കഥ എന്ന് പറയുന്നത്. അതിനിടയിൽ ഇവരുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പരസ്യമായൊരു പ്രതികരണമായിട്ട് ആദ്യം വരുന്നു, മൂവാറ്റുപുഴ മൗലവി. അവരുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇന്നലെ കൊച്ചിയിൽ ഒരു വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചോ സുകേഷ്? അതിനകത്ത് അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത് അറിയോ? SDPIക്ക് CPMുമായി ഡീലുണ്ട് എന്ന് ഇവരുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റാണ് പറയുന്നത്. ഈ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം, സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്നത് BJPയുടെ പരാജയത്തിന് ഗുണകരമാവും. CPMനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് സീറ്റ് കൂടിയാലും BJP വിജയിച്ചാലും പ്രശ്നമില്ല, UDFൻ്റെ സീറ്റ് കുറക്കുക എന്നുള്ളതാണ് CPMൻ്റെ ലക്ഷ്യം. CPM ഒരു കയ്യിൽ SDP-യെയും മറുകൈയിൽ BJP-യെയും വെച്ച് ഡീലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ആരാന്നറിയോ? SDP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹം. ഈ സംസാരിക്കുന്ന നിമിഷം വരെയും സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് SDP ലീഡർഷിപ്പോ അവരുടെ സൈബറാണികൾക്ക് പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല. അവരുടെ തെറി മുഴുവൻ എനിക്കെതിരെയാണെന്ന് എനിക്കറിയില്ല. ഇത് തുളസീധരൻ പള്ളിക്കൽ പറഞ്ഞതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഔട്ട് ഓഫ് ഫോക്കസ് നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പ്രധാനമായും ഉന്നയിച്ച പോയിൻ്റ് എന്ന് വെച്ചാൽ SDPIക്ക് മത്സരിക്കുവാൻ
SDP എന്നല്ല, ആ നിലക്ക് ഈ കീഴാള രാഷ്ട്രീയം പറയുന്ന സാമാന്യമായി മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മത്സരിക്കരുത് എന്ന് പറയാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ആർക്കും അവകാശമില്ല. കാരണം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണെങ്കിലും അവർക്ക് അവരുടെ ഫുട് പ്രിൻ്റ് ഉണ്ടാക്കുവാൻ, അവരുടെ രാഷ്ട്രീയത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളതാണ്. അവന്മാർ വിജയിക്കും, ഇവന്മാർ വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തടയിടാന്നാൽ ഒരു രാഷ്ട്രീയത്തിനും കൂടെ മുന്നോട്ട് വരാൻ പറ്റില്ല. അവർക്ക് ഫുട് പ്രിൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റില്ല, അവർക്ക് പൊളിറ്റിക്കലി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് SDP മത്സരിക്കരുതെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. SDP അതിന് അവകാശമുണ്ട്. രണ്ടാമത്, കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടി, UDF പോലുള്ളൊരു സംവിധാനം, അല്ലെങ്കിൽ LDF പോലുള്ളൊരു സംവിധാനം അവർക്ക് ഒട്ടുമേ അവകാശമില്ല. കാരണം ഇവരെല്ലാം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? SDP പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയും. പിന്തുണച്ചിടത്തുനിന്ന് SDP പിന്തുണയാൽ പഞ്ചായത്ത് പ്രസിഡൻ്റായ ആളുകളോട് ഇറങ്ങിപ്പോരാൻ, രാജിവെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ പാർട്ടികൾ. അപ്പം അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ പിന്തുണ കിട്ടിയാൽ രാജിവെക്കുക വരെ ചെയ്യുന്ന നിങ്ങൾക്ക് ഞങ്ങളോട് ഇത് പറയാൻ എന്ത് അവകാശം എന്ന് SDP നിശ്ചയമായിട്ടും ചോദിക്കാം. അതുകൊണ്ട് രാഷ്ട്രീയമായി അല്ലെങ്കിൽ സാങ്കേതികമായി മഞ്ചേശ്വരത്ത് SDP മത്സരിക്കാൻ അവകാശമുണ്ട്, അതിനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ അതേസമയം ഒരു പ്രായോഗിക രാഷ്ട്രീയ പാർട്ടി കൂടെയാണ്. കേരളത്തിൽ ഞാൻ പറഞ്ഞു, ഒരു പോയ്സണസ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ, BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫയർ ബ്രാൻഡായിട്ടുള്ള ഒരു നേതാവ് തങ്ങളുടെ പ്രവർത്തനത്താൽ, തങ്ങളുടെ തെരഞ്ഞെടുപ്പ് സാന്നിധ്യത്താൽ വിജയിക്കുന്നു, നിയമസഭയിൽ എത്തുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അത് പ്രായോഗികമായി ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്ന ആരെയാണ്? SDP തന്നെയാണ്, SDP സാധ്യതയെ തന്നെയാണ്. അതുകൊണ്ട് പ്രായോഗികമായി ചിന്തിക്കൂ. if you are formally right, actually you will be wrong എന്നുള്ളൊരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് പ്രായോഗികമായി ചിന്തിക്കുന്ന മനുഷ്യർ അങ്ങനെയാണ്. അങ്ങനെ ഒരു പൊതുസമൂഹത്തിൽ അങ്ങനെ അഭിപ്രായം വരുമ്പോൾ അതിനോട് ക്രിയേറ്റീവായിട്ട് പ്രതികരിച്ചെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, എങ്ങാനും ഈ സുരേന്ദ്രൻ ജയിക്കുകയാണെങ്കിൽ, സുരേന്ദ്രൻ ജയിക്കാൻ അവിടെ സാധ്യതയുണ്ട് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം കേരളത്തിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു MLA ആണ് ഈ അഷ്റഫ് എന്ന് പറയുന്ന കക്ഷി. അങ്ങനെ തന്നെയാണ് അവിടെ എത്തണമെങ്കിൽ മത്സരിക്കുന്നത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും വോട്ട് ആകർഷിക്കാനുള്ള ഒരു മാസ്മരിക ശേഷിയുള്ളൊരു മനുഷ്യനാണ്. അഷ്റഫ് വിജയിക്കും തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പം എങ്ങാനും സുരേന്ദ്രൻ BJP വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ ചരിത്രപരമായ പാപഭാരം SDP മേലായിരിക്കും. സുരേന്ദ്രൻ തോൽക്കുകയാണ്, അഷ്റഫ് തന്നെയാണ് വിജയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? SDP എന്ന് പറയുന്നത് അപ്രസക്തമായി പോകും. കാരണം ഈ പറയുന്ന ബഹളങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് അവർ മത്സരിച്ചു, എന്നിട്ടും അഷ്റഫ് ജയിച്ചു, UDF ജയിച്ചു എന്ന് പറഞ്ഞാൽ ഈ ചങ്ങായിമാരെ രാഷ്ട്രീയമായി മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് ഒരു ലിവറേജുമില്ല, ഒരു ബാർഗനിങ് ശേഷിയും അവർക്കില്ലാത്തൊരു ടീമാണ്, പരിഗണിക്കേണ്ടതില്ലാത്ത ടീമാണ് എന്ന അവസ്ഥ വരും. രണ്ട് നിലക്കായാലും SDP തന്നെ ആയിരിക്കും നഷ്ടം എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് പറഞ്ഞപ്പോൾ അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? അതിനോട് ഏതെങ്കിലും നിലയ്ക്ക് രാഷ്ട്രീയമായി എൻഗേജ് ചെയ്യുക എന്നുള്ളതല്ല, അങ്ങേയറ്റം മോശമായ ഭാഷയിൽ വൃത്തികെട്ട പ്രയോഗങ്ങളിലൂടെ SDP രാഷ്ട്രീയത്തെ തന്നെ റദ്ദ് ചെയ്യുന്ന സ്വഭാവത്തിലുള്ള പ്രചാരണങ്ങളിലൂടെ അതിനെതിരെ തിരിയുക. ഇവരുടെ നേതാക്കന്മാർ വന്നിട്ട് ഭയങ്കരമായുള്ള സൈദ്ധാന്തിക കസർത്തുകൾ നടത്തുക, ഇതിനെ ന്യായീകരിക്കുക, ആര് പറഞ്ഞാലും വേണ്ടില്ല ഞങ്ങൾ മത്സരിച്ചിരിക്കുമെന്ന് പ്രഖ്യാപിക്കുക. എന്നിട്ട് അവസാനം എന്താണ്? പിൻവലിക്കുന്നു. പിൻവലിച്ച ശേഷം ഈ സ്ഥാനാർത്ഥി പറയുന്നത് ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയമായ ഏറ്റവും മികച്ച ഒരു സന്ദർഭമാക്കാമായിരുന്നു, ഏറ്റവും മികച്ച അവസരമാക്കാമായിരുന്ന സന്ദർഭത്തെ മോശം മാനേജ്മെൻറ്റിലൂടെ, ക്രൈസിസ് മാനേജ്മെൻറ്റിനെ കുറിച്ചോ മീഡിയ മാനേജ്മെൻറ്റിനെ കുറിച്ചോ പ്രാഥമിക ധാരണയില്ലാത്ത നേതൃത്വം കൈകാര്യം ചെയ്ത് വഷളാക്കിയ ഒരു ദിവസമാണെന്ന്, ഒരു ബഡാ ഡേ ആകുമായിരുന്ന ഒരു ദിവസം ഒരു ബഡാ ജെ ഡേ ആയി മാറിയെന്നാണ് അതിനെക്കുറിച്ച് പറയുക.